രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് FCRA ഭേദഗതി ബിൽ. ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു, ആസ്തികൾ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടെ ബിൽ സംയുക്ത പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ ഭേദഗതി? എന്തിനാണ് ഇത് എതിർക്കപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRA എന്നത് പലപ്പോഴും സന്നദ്ധ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമമായി മാത്രമാണ് ചിത്രീകരിക്കപ്പെടാറുള്ളത്. എന്നാൽ ആ വിവരണം അപൂർണമാണ്. പൊതുനയങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ, മതപരമായ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥാപനങ്ങളെ ബാധിക്കുന്ന മറ്റ് വിഷയങ്ങൾ എന്നിവയിലെ അനാവശ്യ വിദേശ ഇടപെടൽ ഒഴിവാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. 1976 ആരംഭിച്ച് 2010 സമഗ്രമാവുകയും തുടർന്ന് നിരവധി ഭേദഗതികളിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഒരു നിയന്ത്രണ ചട്ടക്കൂടാണ് FCRA നിയമം. അതിൻ്റെ ഏറ്റവും പുതിയ ഘട്ടമാണ് 2026 ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പരിഷ്കാരങ്ങൾ. സുതാര്യത, ഉത്തരവാദിത്തം, പരമാധികാര സംരക്ഷണം, ഒപ്പം കൃത്യമായ നിരീക്ഷണം, ഇതെല്ലാമുള്ള നിയമപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് നിയമാനുസൃതമായ വിദേശ ധനസഹായം സാധ്യമാക്കുക, ഈ ധനസഹായം കൊണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത് 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലും 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ചട്ടങ്ങളും ഒന്നല്ല. 2026 ജൂൺ 22 വിജ്ഞാപനം ചെയ്ത ചട്ടങ്ങൾ ഇതിനകം തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ 2026 മാർച്ച് 25 ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ ഇപ്പോഴും നിയമനിർമ്മാണ ഘട്ടത്തിലാണ്. ഈ ബിൽ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. FCRA യഥാർത്ഥത്തിൽ എന്താണ് നിയന്ത്രിക്കുന്നത്? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ വ്യക്തികൾ, കൂട്ടായ്മകൾ, ട്രസ്റ്റുകൾ, NGOകൾ, കമ്പനികൾ എന്നിവ വിദേശ സ്രോതസ്സുകളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിനെയും വിനിയോഗിക്കുന്നതിനെയുമാണ് FCRA നിയന്ത്രിക്കുന്നത്. വിദേശ സംഭാവനകൾ തേടുന്ന സംഘടനകൾക്ക് സാധാരണയായി FCRA രജിസ്ട്രേഷനോ മുൻകൂർ അനുമതിയോ ആവശ്യമാണ്. കൂടാതെ ഈ ഫണ്ടുകൾ നിർദ്ദിഷ്ട ബാങ്കിംഗ്, അക്കൗണ്ടിംഗ്, റിപ്പോർട്ടിംഗ്, വിനിയോഗ വ്യവസ്ഥകൾക്ക് വിധേയവുമാണ്. ഒരു NGO നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പൊതു നിയമമല്ല FCRA. വിദേശ സംഭാവനകൾ സ്വീകരിക്കാതെ തന്നെ ഒരു ഇന്ത്യൻ ജീവകാരുണ്യ, സാമൂഹിക, വിദ്യാഭ്യാസ അല്ലെങ്കിൽ മത സംഘടനയ്ക്ക് ആഭ്യന്തര നിയമപ്രകാരം നിലനിൽക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. ഒരു സംഘടന വിദേശ സ്രോതസ്സിൽ നിന്നുള്ള പണമോ മറ്റ് സംഭാവനകളോ ആയ ഒരു പ്രത്യേക സാമ്പത്തിക വിഭവം ലഭ്യമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് FCRA പ്രസക്തമാകുന്നത്. 2024-25 കാലയളവിൽ ഏകദേശം 16,200 സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുകയും ഏതാണ്ട് 22,963 കോടി രൂപ വിദേശ സംഭാവനയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദേശ ധനസഹായം സാധാരണ ആഭ്യന്തര ഫണ്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആഭ്യന്തര സംഭാവനകളും പുറത്തുനിന്ന് വരുന്ന പണവും തമ്മിൽ വേർതിരിച്ച് കാണുന്നതിന് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യത്തിന് ന്യായമായ കാരണങ്ങളുണ്ട്. വിദേശ സംഭാവനകൾക്ക് വലിയ പൊതു നന്മകൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് സത്യമാണ്. അവയ്ക്ക് ആശുപത്രികൾ നിർമ്മിക്കാനും, കുട്ടികളെ പഠിപ്പിക്കാനും, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ സഹായിക്കാനും, ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ധനസഹായം നൽകാനും, പിന്നാക്ക സമൂഹങ്ങളെ കൈപിടിച്ചുയർത്താനും സാധിക്കും. അതോടൊപ്പം രാഷ്ട്രീയ ഇടപെടലുകൾ, രാജ്യത്തിലെ സ്വാധീന ശൃംഖലകൾ, മതം, ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഉടനെയോ അല്ലെങ്കിൽ ദൂരവ്യാപകമായോ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ വിദേശ പണം ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വലിയ വിദേശ സാമ്പത്തിക സ്രോതസ്സുകൾ സ്വീകരിക്കുന്ന സംഘടനകൾ പണം എവിടെ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും
ആരാണ് അത് നിയന്ത്രിച്ചതെന്നും പ്രഖ്യാപിത ആവശ്യങ്ങൾക്കു വേണ്ടിയാണോ അത് ചെലവഴിച്ചതെന്നും വെളിപ്പെടുത്തേണ്ടതുണ്ട്. ആ തത്വമാണ് FCRA ചട്ടക്കൂടിൻ്റെ അന്തസത്ത. വിദേശ ഫണ്ടിംഗ് അനുവദനീയമാണ്, എന്നാൽ പ്രയോഗത്തിൽ കൃത്യമായ സുതാര്യത ആവശ്യമാണ്. എന്തുകൊണ്ടാണ് 2026 ഭേദഗതി അനിവാര്യമാകുന്നത്? വിദേശ സംഭാവന ഉപയോഗിച്ച് സ്വന്തമാക്കിയ ആസ്തികളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഒരു നിയമപരമായ വിടവാണ് ഈ ഭേദഗതിയെ അനിവാര്യമാക്കുന്നത്. നിലവിലെ FCRAയിലെ സെക്ഷൻ 15 അനുസരിച്ച് ഒരു സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയോ സംഘടന സ്വമേധയാ അത് സമർപ്പിക്കുകയോ ചെയ്യുമ്പോൾ വിദേശ സംഭാവനയും അതിലൂടെ ഉണ്ടാക്കിയ ആസ്തികളും നിർദ്ദിഷ്ട അതോറിറ്റിയിൽ നിക്ഷിപ്തമാക്കാൻ ഇതിനകം തന്നെ വ്യവസ്ഥയുണ്ട്. കൂടാതെ ആ സംഘടനയ്ക്ക് പിന്നീട് വീണ്ടും രജിസ്ട്രേഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ ആസ്തികളും സംഭാവനകളും തിരികെ നൽകാനും അനുവദിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിദേശ ധനസഹായത്തിലൂടെ ഉണ്ടാക്കിയ ആസ്തികൾ ഒരു അതോറിറ്റിയിൽ നിക്ഷിപ്തമാക്കുക എന്ന സങ്കല്പം 2026 ആദ്യമായി കണ്ടുപിടിച്ച ഒന്നല്ല. എന്നാൽ അത്തരം സ്വത്തുക്കൾ ആര് സംരക്ഷിക്കും? അവ എങ്ങനെ കൈകാര്യം ചെയ്യും? നീണ്ടു നിൽക്കുന്ന തർക്കങ്ങളിൽ എന്ത് സംഭവിക്കും? പ്രവർത്തനരഹിതമായ സ്ഥാപനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഒടുവിൽ ആസ്തികൾ എങ്ങനെ വിനിയോഗിക്കാം? എന്നിവ വിശദീകരിക്കുന്ന സമഗ്രമായ ഒരു സംവിധാനം സെക്ഷൻ 15 നൽകിയിരുന്നില്ല. ഇതാണ് നിലവിലുള്ള നിയമത്തിലെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദശകത്തിൽ ഏകദേശം 20,000 രജിസ്ട്രേഷനുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. 15,000-ഓളം എണ്ണത്തിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. ഇത്തരം സംഘടനകളുടെ ആസ്തി എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? നിയമപരമായ തർക്കങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിനുള്ള ഉത്തരമാണ് പുതിയ ഭേദഗതി. വിദേശ പണം പറ്റുന്ന സംഘടനകളെ നിയന്ത്രിക്കുന്ന അതോറിറ്റിയുടെ രൂപീകരണമാണ് ഈ ഭേദഗതി ബില്ലിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഒരു സംഘടനയുടെ FCRA സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെടുകയോ സമർപ്പിക്കപ്പെടുകയോ നിലയ്ക്കുകയോ ചെയ്തതിനു ശേഷം വിദേശ സംഭാവനകളുടെയും അതിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആസ്തികളുടെയും മേൽനോട്ടം വഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ വിനിയോഗിക്കുന്നതിനുമായി ഒരു പുതിയ നിയുക്ത അതോറിറ്റിയെ ഈ ബിൽ നിർദ്ദേശിക്കുന്നു. ഇത് തുടക്കത്തിൽ താൽക്കാലികം മാത്രമാണ്. നിർദ്ദിഷ്ട കാലയളവിനുള്ളിൽ സംഘടനയ്ക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയോ പുതുക്കൽ നേടുകയോ രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയോ ചെയ്താൽ ചെലവഴിക്കാത്ത വിദേശ സംഭാവനയും താൽക്കാലികമായി ഏറ്റെടുത്ത ആസ്തികളും നിർദ്ദിഷ്ട നിബന്ധനകൾക്ക് വിധേയമായി തിരികെ നൽകാൻ നിയുക്ത അതോറിറ്റി ബാധ്യസ്ഥമാണ്. നിശ്ചിത കാലയളവിനുള്ളിൽ പുനഃസ്ഥാപനം നടക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി പരാജയപ്പെട്ടാൽ മാത്രമേ ആസ്തികൾ പൂർണ്ണമായും അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ ആവുകയുള്ളൂ. ഇത് NGOകളുടെ സ്വത്തുക്കൾ പെട്ടെന്ന് പിടിച്ചെടുക്കാനും തിരിച്ച് നൽകാനാവാത്ത വിധം കണ്ടുകെട്ടാനുമാണ് ഈ ഭേദഗതി എന്ന വാദത്തെ അസ്ഥാനത്താക്കുന്നു. വിദേശ പണം ഇന്ത്യയിലേക്ക് വരാനും വിനിയോഗിക്കപ്പെടാനും കാരണമായ നിയമപരമായ അനുമതി ഇല്ലാതായാൽ സംഘടനയുടെ നിയമപരമായ പദവി തീർപ്പാകുന്നതുവരെ ആ പണം കൊണ്ടുണ്ടാക്കിയ ആസ്തികൾ നിയന്ത്രിക്കാൻ ആർക്കെങ്കിലും വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. വിലപിടിപ്പുള്ള കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, ബാങ്ക് ബാലൻസുകൾ അല്ലെങ്കിൽ മറ്റ് സ്വത്തുക്കൾ എന്നിവ അനിശ്ചിതമായി മരവിക്കപ്പെടുന്നത് ആർക്കും ഗുണം ചെയ്യുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെയൊരു അതോറിറ്റിയുടെ പ്രാധാന്യം വ്യക്തമാകുന്നത്. ഇനി വിദേശ പണം കൊണ്ട് മാത്രമല്ല, ആഭ്യന്തര പണം കൊണ്ട് കൂടിയാണ് ഈ ആസ്തികൾ ഉണ്ടായതെങ്കിലോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ രേഖകൾ കൃത്യമായി നമുക്ക് സമർപ്പിക്കാൻ സാധിച്ചാൽ അതിന് തത്തുല്യമായ ആസ്തികൾ തിരികെ നൽകാനും ഈ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ വ്യക്തമായ നിബന്ധനകളുടെ സമഗ്രമായ അന്വേഷണത്തിൽ കൂടിയല്ലാതെ ആസ്തികൾ ഏറ്റെടുക്കാൻ ആർക്കും കഴിയുകയില്ല. ജുഡീഷ്യൽ റിവ്യൂ എന്ന സുരക്ഷാ കവചമാണ് ഈ ബില്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോറിറ്റിയുടെ ഉത്തരവുകളിൽ പുനഃപരിശോധന നടത്തുന്നതിനും 90 ദിവസത്തിനുള്ളിൽ ജില്ലാ ജഡ്ജിക്കോ മറ്റ് യോഗ്യതയുള്ള ജുഡീഷ്യൽ ഓഫീസർക്കോ അപ്പീൽ നൽകാനുള്ള നിയമപരമായ അവകാശവും ബിൽ വ്യക്തമായി നൽകുന്നുണ്ട്. അതായത്, ആസ്തികൾ പിടിച്ചെടുക്കപ്പെട്ടാൽ അതിൽ വ്യക്തമായ ഇടപെടൽ നടത്താൻ കോടതികൾക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. ഇത് അതോറിറ്റിക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുമുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ആരാധനാലയങ്ങളുടെ സംരക്ഷണം. മതപരമായ സ്വത്തുക്കൾക്കായി ബില്ലിൽ പ്രത്യേക സംരക്ഷണ വ്യവസ്ഥയുണ്ട്. സ്ഥിരമായി നിക്ഷിപ്തമാക്കപ്പെട്ട ഒരു ആസ്തിയോ അതിൻ്റെ ഭാഗമോ ഒരു ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ മതപരമായ സ്വഭാവം നിലനിർത്തുന്നുവെന്ന് നിയുക്ത അതോറിറ്റി ഉറപ്പാക്കണം. അതിൻ്റെ പ്രവർത്തനം മതപരമായ നിബന്ധനയിൽ ഊന്നി തന്നെ നടപ്പിലാക്കണമെന്ന കർശനമായ വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട്. ഇതിനർത്ഥം വിദേശ പണം പറ്റുന്ന സംഘടനയുടെ കീഴിലുള്ള ഒരു പള്ളിയെ സർക്കാർ ഓഫീസാക്കി മാറ്റാനോ ഒരു ക്ഷേത്രത്തെ വാണിജ്യ സ്ഥാപനമാക്കാനോ ഒരു മസ്ജിദിനെ മതേതര സ്ഥാപനമാക്കാനോ അല്ലെങ്കിൽ ഒരു അംഗീകൃത ആരാധനാലയത്തിൻ്റെ മതപരമായ സ്വഭാവം ഇല്ലാതാക്കാനോ കഴിയില്ല. അതിനും ബില്ലിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. മറ്റൊന്ന്, ശിക്ഷകൾ ലഘൂകരിക്കുന്നതാണ് ഈ ഭേദഗതി എന്നതാണ്. നിലവിലെ സെക്ഷൻ 35 പ്രകാരം ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്കുൾപ്പെടെ 5 വർഷം വരെ തടവ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ നിർദ്ദിഷ്ട ഭേദഗതി ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് പരമാവധി തടവ് 1 വർഷമായോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയി കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നു. വിനിയോഗമില്ലാത്ത അവസ്ഥ, നിഷ്ക്രിയമായ രജിസ്ട്രേഷനുകൾ, ഇതിന് എന്താണ് ചെയ്യാൻ കഴിയുക? രജിസ്ട്രേഷൻ പുതുക്കാൻ ആഗ്രഹിക്കുന്ന സംഘടനകൾ മുൻപത്തെ 2 വർഷത്തിനിടയിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയുടെ വിദേശ സംഭാവനയെങ്കിലും വിനിയോഗിച്ചതായി തെളിയിക്കേണ്ടതുണ്ട്. ഒരു സജീവ FCRA രജിസ്ട്രേഷൻ എന്നത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടേതായിരിക്കണം. അല്ലാതെ അനിശ്ചിതമായി ലഭ്യമാകുന്ന ഒരു നിഷ്ക്രിയ ആസ്തിയായി മാറരുത് എന്ന് ഉറപ്പാക്കുകയാണ് ഈ ഭേദഗതിയുടെ ലക്ഷ്യം. നിയന്ത്രിതമായ ഒരു വിദേശ ധനസഹായ വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള രജിസ്ട്രേഷൻ യഥാർത്ഥ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുന്നത് തികച്ചും ന്യായമാണ്. അതേസമയം പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടെ മാത്രമുള്ള സംഘടനകൾക്കായി, ഉദാഹരണത്തിന് ദുരന്ത നിവാരണ സംഘടനകൾ, പ്രത്യേക ഗവേഷണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ദീർഘമായ ഇടവേളകളിൽ മാത്രം വലിയ വിദേശ ഗ്രാൻറ്റുകൾ ലഭിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവരെ പ്രത്യേകം പരിഗണിക്കുകയും ഇളവുകൾ നൽകുകയും ചെയ്യും. ഈ ഭേദഗതിയിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകമാണ് മെച്ചപ്പെട്ട റിപ്പോർട്ടിംഗ്. പദ്ധതി തിരിച്ചും പ്രവർത്തനം തിരിച്ചുമുള്ള വിശദമായ റിപ്പോർട്ടിംഗ്, വെബ്സൈറ്റുകളുടെയും സോഷ്യൽ മീഡിയ സാന്നിധ്യത്തിൻ്റെയും വെളിപ്പെടുത്തൽ, ഇടനിലക്കാർ വഴി പണം വരുമ്പോൾ യഥാർത്ഥ വിദേശ ദാതാവിനെ കണ്ടെത്തൽ എന്നിവ പുതിയ ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു. ആധുനിക സാമ്പത്തിക ഇടപാടുകൾ പലപ്പോഴും അന്തിമ ഗുണഭോക്താവിലേക്ക് എത്തുന്നതിന് മുൻപ് ഫൗണ്ടേഷനുകൾ, ഇടനില സ്ഥാപനങ്ങൾ, അന്താരാഷ്ട്ര ശൃംഖലകൾ, ഒന്നിലധികം സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് തൊട്ടു മുൻപുള്ള കൈമാറ്റക്കാരനെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് യഥാർത്ഥത്തിൽ ഫണ്ട് മുടക്കുന്നത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. സുതാര്യത എന്നത് വെറും ഒരു ഇടപാടിൽ മാത്രം ഒതുങ്ങാതെ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിലേക്ക് എത്തണം. സത്യസന്ധരായ സംഘടനകൾക്ക് ഇത് ആത്യന്തികമായി വിശ്വാസ്യത വർദ്ധിപ്പിക്കും. കാരണം തങ്ങൾക്ക് ആരാണ് ഫണ്ട് നൽകുന്നതെന്നും ആ പണം എങ്ങനെ ചെലവഴിക്കുന്നുവെന്നും അവർക്ക് പരസ്യമായി തെളിയിക്കാനാകും. വിദേശ സ്വാധീനം ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു പൊതു ആശങ്കയാണ്. വിദേശ സ്വാധീനത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നല്ല. അമേരിക്കയുടെ ഫോറിൻ ഏജൻറ്റ്സ് രജിസ്ട്രേഷൻ ആക്ട് വിദേശ സ്വാധീനവും ഫണ്ട് വരുന്ന വഴികളും കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്. ഓസ്ട്രേലിയയുടെ ഫോറിൻ ഇൻഫ്ലുവൻസ് ട്രാൻസ്പെറൻസി സ്കീം, യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഫോറിൻ ഇൻഫ്ലുവൻസ് രജിസ്ട്രേഷൻ സ്കീം, കാനഡയുടെ ഫോറിൻ ഇൻഫ്ലുവൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്നിവ വിദേശ പണവുമായി ബന്ധപ്പെട്ട് കർശനമാക്കിയ നിയമങ്ങളാണ്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ നിയമം എന്നല്ല അർത്ഥം. വിദേശ പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങൾക്കും കൃത്യമായ നിയമങ്ങളുണ്ടെന്നും എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും വിദേശ സ്വാധീനത്തിൽ ആശങ്കപ്പെടുന്നുണ്ടെന്നുമാണ് ഇതിനർത്ഥം. ദേശീയ പരമാധികാരം എന്നാൽ ഒരു ഒറ്റപ്പെടലല്ല. അതായത് FCRAയെ പിന്തുണയ്ക്കുക എന്നതിനർത്ഥം അന്താരാഷ്ട്ര സഹകരണത്തെ എതിർക്കുക എന്നല്ല. വിദേശ ജീവകാരുണ്യ നിക്ഷേപങ്ങൾ, ശാസ്ത്ര സഹകരണങ്ങൾ, മാനുഷിക സഹായങ്ങൾ, അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങൾ എന്നിവയിൽ നിന്ന് ഇന്ത്യ പ്രയോജനം നേടുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ സംഭാവനകളെ അംഗീകരിക്കുകയും
വിദ്യാഭ്യാസം, ആരോഗ്യം, ഗവേഷണം, ഗ്രാമവികസനം, പരിസ്ഥിതി പരിപാടികൾ, ദുരന്ത നിവാരണം എന്നിവയെ നിയമാനുസൃതമായ വിദേശ ഫണ്ടിംഗ് പ്രവർത്തനങ്ങളായി കണക്കിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായി പ്രധാന വിമർശനങ്ങളും അതിനുള്ള മറുപടികളും നമുക്കൊന്ന് നോക്കാം. സർക്കാർ NGOകളുടെ സ്വത്തുക്കൾ പൂർണ്ണമായി കണ്ടുകെട്ടും ഒരു പ്രധാനപ്പെട്ട വിമർശനമാണിത്. ഇത് വളരെ അതിശയോക്തിപരമാണ്. നിലവിലെ സെക്ഷൻ 15 പ്രകാരം തന്നെ ആസ്തി നിക്ഷിപ്തമാക്കൽ നിലവിലുണ്ട്. നിർദ്ദിഷ്ട ബിൽ കൂടുതൽ വിശദമായ ഒരു നിയമപരമായ പ്രക്രിയ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ സുതാര്യവും ശക്തവുമായ നിയമ സംവിധാനത്തിലൂടെ ആസ്തികളുടെ വിനിയോഗമാണ് ഉറപ്പുവരുത്തുന്നത്. മറ്റൊരു വിമർശനം FCRA എന്നത് ഫലത്തിൽ വിദേശ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിരോധനമാണ്. തീർച്ചയായുമല്ല. ആയിരക്കണക്കിന് സംഘടനകൾ രജിസ്റ്റർ ചെയ്ത് തുടരുകയും FCRA സംവിധാനത്തിന് കീഴിൽ പ്രതിവർഷം 10,000 കോടി രൂപ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വീകരിക്കുന്ന തുകയുടെ കൃത്യമായ വിനിയോഗവും സുതാര്യതയുമാണ് പുതിയ ബിൽ ലക്ഷ്യമിടുന്നത്. ഈ ഭേദഗതി സിവിൽ സമൂഹത്തിൻ്റെ സ്വയംഭരണാധികാരത്തെ തകർക്കുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. സിവിൽ സമൂഹത്തിൻ്റെ സ്വയംഭരണാധികാരം പ്രധാനമാണ്. എന്നാൽ ആ സ്വയംഭരണാധികാരം എന്നത് വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ബാധ്യതകളിൽ നിന്നുള്ള മോചനമല്ല. ആഭ്യന്തര പണം കൈകാര്യം ചെയ്യുന്ന NGOകൾ പോലും നികുതി, ട്രസ്റ്റ് നിയമങ്ങൾ, അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് വിധേയമാണ്. പ്രത്യയശാസ്ത്രമോ മതമോ രാഷ്ട്രീയ താൽപ്പര്യങ്ങളോ നോക്കാതെ ഒരേ നിയമപരമായ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ബാധകമാക്കും. മറ്റൊരു വിമർശനം അന്വേഷണങ്ങൾക്കുള്ള കേന്ദ്രാനുമതി അമിതമായ കേന്ദ്രീകരണമാണ്. FCRA നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിക്കാൻ പാടില്ലെന്ന് ബിൽ നിർദ്ദേശിക്കുന്നു. FCRA എന്നത് വിദേശ സാമ്പത്തിക പണം ഉൾപ്പെടുന്ന ഒരു പ്രത്യേക കേന്ദ്ര സംവിധാനമാണ്. സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ വരേണ്ടുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, വ്യത്യസ്ത ഏജൻസികളുടെ പരസ്പര വിരുദ്ധമായ ഇടപെടൽ മൂലം അന്വേഷണം തടസ്സപ്പെടാതെ നോക്കാനും ഇത് സഹായിക്കുന്നു. മതപരമായ പ്രവർത്തനങ്ങളും മതപരിവർത്തനവും ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. FCRA നിയമത്തിലെ ഏറ്റവും സങ്കീർണമായ മേഖലകളിൽ ഒന്നാണ് ഇത്. ആരാധനാലയങ്ങളുടെ സംരക്ഷണം, മതവിദ്യാഭ്യാസം, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ, മാനുഷിക സേവനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വിദേശ സംഭാവനകൾ ഉപയോഗിക്കാം. അതേസമയം ഇന്ത്യയുടെ മതപരമായ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്താനോ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനോ ലക്ഷ്യമിട്ടുള്ള വിദേശ ഫണ്ടിങ്ങിനെ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും ഇത് ബാധകമാണ് താനും. ആത്യന്തികമായി എന്തുകൊണ്ടാണ് ഈ ഭേദഗതി നടപ്പിലാക്കേണ്ടത്? ഒന്നാമതായി സുതാര്യത. വിദേശ പണം വന്നാൽ അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സും അന്തിമ വിനിയോഗം വരെ എങ്ങനെ ഉപയോഗിച്ചുവെന്നും കണ്ടെത്താൻ കഴിയണം. രണ്ടാമതായി ഉത്തരവാദിത്വം. വിദേശ ഫണ്ടിംഗ് സ്വീകരിക്കുന്ന സംഘടനകൾ ഏതാവശ്യത്തിനാണോ അനുമതി വാങ്ങിയത് അതിനുവേണ്ടിയാണോ പണം ഉപയോഗിച്ചതെന്ന് തെളിയിക്കണം. മൂന്നാമതായി പരമാധികാരം. ആഭ്യന്തര സ്ഥാപനങ്ങളിലെ വിദേശ സാമ്പത്തിക പങ്കാളിത്തം മനസ്സിലാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇന്ത്യക്ക് ന്യായമായ അവകാശമുണ്ട്. അതാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. നാലാമതായി ആസ്തി സംരക്ഷണം. നിയന്ത്രിത വിദേശ സംഭാവനകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട സ്വത്തുക്കൾ സംഘടനയ്ക്ക് FCRA പദവി നഷ്ടപ്പെടുമ്പോൾ നിയമപരമായ അനിശ്ചിതത്വത്തിൽ വീഴരുത് എന്നുള്ള നിശ്ചയം. അഞ്ചാമതായി കൃത്യമായ നടപടിക്രമങ്ങൾ. താൽക്കാലിക ഏറ്റെടുക്കൽ, തിരിച്ചുകൊടുക്കൽ വ്യവസ്ഥകൾ, പുനഃപരിശോധന, നീതിന്യായ അപ്പീലുകൾ എന്നിവയ്ക്കെല്ലാം കുറ്റമറ്റ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. FCRA കുറിച്ചുള്ള സംവാദം സർക്കാരും NGOകളും തമ്മിലുള്ള ഒരു മത്സരമായി ചുരുക്കരുത്. വിദേശ പണവും ആഭ്യന്തര ജനാധിപത്യ ഉത്തരവാദിത്വവും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥ നയപരമായ വിഷയം. വിദേശ സംഭാവനകൾക്ക് നിസ്സംശയമായും പൊതുനന്മ ചെയ്യാൻ കഴിയും. മാനുഷിക സഹായങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഗവേഷണ പങ്കാളിത്തങ്ങൾ, നിയമാനുസൃതമായ അന്താരാഷ്ട്ര സഹകരണങ്ങൾ എന്നിവയ്ക്കായി ഇന്ത്യ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. അതിനർത്ഥം കാര്യങ്ങൾ സുതാര്യമല്ലാതെ ഇരിക്കണം എന്നല്ല. വിദേശ പണം ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതാരാണ് നൽകിയത്, ആരാണ് സ്വീകരിച്ചത്, എന്തിനാണ് അത് ലഭിച്ചത്, എവിടെയാണ് ചെലവഴിച്ചത്, അത് എന്ത് ആസ്തികൾ സൃഷ്ടിച്ചു എന്നറിയാൻ രാജ്യത്തിന് ന്യായമായ അവകാശമുണ്ട്. വിദേശ ധനസഹായം സ്വീകരിക്കുന്ന ഓരോ സംഘടനയും
സംശയത്തിൻ്റെ നിഴലിലാണ് എന്നതല്ല ഈ നിയമനിർമ്മാണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് വിദേശ പണം സുതാര്യവും കണ്ടെത്താനാകുന്നതും ലക്ഷ്യാധിഷ്ഠിതവും ഉത്തരവാദിത്തമുള്ളതുമായിരിക്കണം എന്നതാണ് രാജ്യം ഈ ബില്ലിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് അതിൽ ഭയപ്പെടേണ്ട കാര്യമേയില്ല. പുറത്തുനിന്ന് ധനസഹായം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ പരസ്യമായും നിയമങ്ങൾക്ക് അനുസൃതമായും നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ആഗോള സഹകരണത്തെ സ്വാഗതം ചെയ്യാൻ ശക്തമായ ഒരു ജനാധിപത്യ രാജ്യത്തിന് സാധിക്കും. ശരിയായ രീതിയിൽ നടപ്പിലാക്കിയാൽ ആ തത്വത്തെ കൂടുതൽ ദൃഢമാക്കാനാണ് FCRAയുടെ ഈ ഭേദഗതി ശ്രമിക്കുന്നത്.